പ്രിയമുള്ളവരെ, ഞാനൊരു ഓട്ടോറിക്ഷക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ എതിർവശാട്ടോ എനിക്കുണ്ടായ അനുഭവം, വണ്ടി ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം, അതേമാതിരി ആ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി ഞാൻ മലപ്പുറം വരെ പോകേണ്ടി വന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, വണ്ടി കംപ്ലൈൻ്റ് ആയാലും ഇഞ്ചൻ വർക്ക് എടുക്കാം മലപ്പുറത്ത് സൂപ്പറായിട്ട് വർക്ക് എടുക്കണേ നമ്മളെ വാറങ്കോടുള്ള ഉമ്മറാക്കാർ. അപ്പം എൻ്റെ എഞ്ചിൻ വർക്ക് മൂപ്പരാണ് എടുത്തത്. അതും അനുബന്ധ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോസ് വന്നത്. തീർച്ചയായും നിങ്ങൾ ഡ്രൈവറാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. തുടർന്ന് നിങ്ങൾ കാണുക. പ്രിയമുള്ളവരെ, വണ്ടി ഓട്ടത്തിൻ്റെ ഇടയിൽ സ്റ്റക്കായിട്ടോ, ഒരു 10-20 കിലോമീറ്റർ പോയപ്പോൾ സ്റ്റക്കായി. വർക്ക്ഷോപ്പിൽ കുളിച്ചപ്പം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പോയി ഓയിൽ കട്ട് ചെയ്തതാണ്. ഓയിൽ ഒഴിച്ച് വീണ്ടും ഓടിക്കുമ്പോൾ പിന്നെ അത് റേസിങ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വർഷാഭാരം പറഞ്ഞ് സാധാരണ നമ്മൾ വലിയ വലിയ കേടിനൊക്കെ പോലെ മലപ്പുറത്തേക്കാണ്, മലപ്പുറത്തുള്ള ഉമ്മറാക്കാൻ വിളിച്ച് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാറ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മൂപ്പര് പറഞ്ഞു ആ ഇഞ്ചൻ മണിക്ക് അതിനോട് കൊണ്ടുവരാറ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇഞ്ചൻ വർക്ക് എടുക്കാൻ മൂപ്പരെടുത്ത് കൊണ്ടുപോയിട്ടോ. അപ്പോൾ അങ്ങനെ മൂപ്പര് അറിയാതെ എടുത്ത വീഡിയോ ആണ്. എല്ലാ വാട്സപ്പിൽ ഇരിക്കാറുകളൊക്കെ കാണിച്ചെന്ന് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് കഴിച്ചണം മറ്റേ കഴിച്ചണം എന്ന് പറഞ്ഞ് ഫുള്ള് തേയ്മാനാട്ടോ. എന്നോട് കുറേ കാലമായില്ലേ ഇഞ്ചൻ മണി എടുത്തിട്ട് വെച്ചാൽ ഓക്കെ കുറേ കാലമായി നമുക്ക് മൊത്തം മാറ്റേണ്ടിരുന്നു പറഞ്ഞു. ഞാൻ ഓരോന്ന് കഴിച്ചു നോക്കട്ടെ പറഞ്ഞു. നിങ്ങൾ നോക്കിയായിരുന്നു. അങ്ങനെ മൊത്തം അയച്ചിട്ടോ. അങ്ങനെ അയച്ചുകാണ്ട് പീസാക്കി കണ്ടില്ല ഒക്കെ കാണിച്ചെന്ന്. അപ്പം ഇതിൻ്റെ പിന്നെ അതിൻ്റെ ക്രാങ്കോ മറ്റോ എന്തൊക്കെ അതിൻ്റെ എന്താ സംഗതി ഒന്നും എനിക്കറിയില്ല. ഒക്കെ കാണിച്ചത് തേയ്മാനാണ്, പുതിയത് ഇങ്ങനെയാണ്, ഇത് ഫുള്ള് തേയ്മാനാണ്, അതുകൊണ്ട് ഇത് മാറ്റണം അത് മാറ്റണം നടക്കാണ്ട് ഫുള്ള് കഴിച്ച് ഇതാക്കിട്ടോ. ഫുള്ള് കഴിച്ച് അങ്ങനെ എന്നോട് പാലേന്ദ്ര ഇൻഡസ്ട്രിയിലുണ്ട്, പാലേന്ദ്ര ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഇൻഡസ്ട്രിയിൽ പണി കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവന്നിട്ടോ. അങ്ങനെ കഴിച്ച് നീറ്റാക്കി ക്ലീനാക്കി തുടച്ച് ഗ്രീസൊക്കെ ഒഴിവാക്കി ചുരൻ്റെ ചുരണ്ടി അതിൻ്റെ മട്ടത്തിൽ നല്ല ഫിനിഷിങ് ആക്കി എടുത്തുന്നിട്ടോ. ആണ് അപ്പം പാലേന്ദ്ര ഇൻഡസ്ട്രിയിലാണിത്. ഇവിടെ പോയി ഇവിടെ നിന്നും പിന്നെ ഒരു 2300 രൂപ ഇവിടെ ചിലവായിട്ടോ. ഏതായാലും ഉഷാറായി തിരിച്ച് എനിക്ക് തിരിച്ച് മൂപ്പരടുത്തേക്ക് തന്നെ എത്തി. അങ്ങനെ മൂപ്പര് ഞാൻ വീഡിയോ എടുക്കണ്ട പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചു. പഠിച്ചണമെങ്കിൽ എൻ്റെ ഒപ്പം നിന്ന് പഠിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി കാര്യങ്ങളൊക്കെയാണ് മാറ്റുന്നുണ്ട്, ഇതൊക്കെ പാഴ്സാണ്, ഇത്ര സാധനങ്ങൾ ഇതിന്മേൽ കയറുന്നുണ്ട്, ഒപ്പം ഇരിക്കുക പറഞ്ഞു. ഇതാണ് ഈ മേടുന്നതും ഒക്കെ പറഞ്ഞു കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യൽ ഇതങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ പഠിക്കണില്ല പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞു. ഇതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടരുത്, ഫേമസ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതല്ല, എനിക്കിഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. അതിന് മുമ്പും അടുത്ത് വന്നിനി ഉഷാറാക്കിയിട്ട് തരും, നിങ്ങൾ കണ്ടീഷനാക്കി തരും. അപ്പോൾ എനിക്കിഷ്ടമുള്ള വീഡിയോ എടുക്കണതിന് എന്താ ബുദ്ധിമുട്ട് വെച്ച് ഞാൻ മറ്റു ജനങ്ങൾക്ക് അറിയിക്കട്ടെ. ഞാൻ ആരെങ്കിലും ഇഞ്ചൻ പണി എടുക്കാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞോട്ടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി കണ്ടീഷനാക്കി തരണം, എല്ലാ സാധനം തേയ്മാനുള്ള ഫുള്ള് മാറ്റണം എന്ന് പറഞ്ഞു. ഒക്കെ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടി വെച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കല്ല. ഇഞ്ചൻ പണി എടുക്കാൻ പിന്നെ ഇവിടെ എനിക്ക് തോന്നി ഇവിടെയാണ് ഏറ്റവും പെർഫെക്റ്റ്, ഉഷാറാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാനത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ പറഞ്ഞു. ഇജിൻ്റെ മുഖം എടുക്കണ്ട പറഞ്ഞു. അതൊക്കെ ശരി കുടുങ്ങിയിട്ട് പറഞ്ഞു. അതിന് പ്രശ്നമാക്കല്ലെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴേ അവിടെ നിന്ന് വയനാട്ടിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. വയനാട് സുൽത്താൻ ബത്തേരി, അതേമാതിരി വയനാട് ഭാഗത്തൊക്കെ വരുന്നുണ്ട്, അമ്പലവയലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടെ ചില ദിവസം തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വണ്ടി കണ്ടീഷനാക്കി എഞ്ചിൻ പണി എടുത്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് പോരിട്ടോ. മൂപ്പർക്ക് വിളിച്ചിട്ട് വരണം. മലപ്പുറം വാറങ്കോടാണ് സ്ഥലം. അപ്പോൾ നിങ്ങൾ മൂപ്പർക്ക് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ വേറെ ഒരു ദിവസം വേണം ഒരു വണ്ടീൻ്റെ എഞ്ചിൻ വർക്ക് എടുക്കാൻ. അപ്പോൾ വന്നിക്കാണ്ട് അവിടെ നിർത്തിയിടരുത്. തിരക്കുണ്ടെങ്കിൽ മൂപ്പര് ഇന്ന് വരണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ പമ്പ് നോസലും ഒക്കെ ചെക്കിങ് ഉണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നിങ്ങളപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കട്ടെ. യൂട്യൂബിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇത് മറ്റുള്ള ഓട്ടോറിക്ഷക്കാരിലേക്ക് എത്തിക്കട്ടോ. കാരണം ഇഞ്ചൻ പണി എടുക്കാനോ ഇഞ്ചൻ കണ്ടീഷനില്ലാത്ത ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. നമ്മളെ മലപ്പുറം വാറങ്കോടാണ്, ഉമ്മറാക്കാനെ വർക്ക്ഷോപ്പ് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര കൊല്ലം മൂപ്പര് ഞാൻ ചോദിച്ചില്ല, ഒരു 10-30 കൊല്ലമായിട്ടാണ് മൂപ്പര് പണി തുടങ്ങി വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ.
എൻ്റെ വണ്ടി പുതിയ വണ്ടിൻ്റെ വർക്ക് എടുക്കണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ 2009 മോഡൽ ആയതുകൊണ്ട് ഒരു 8-10 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് പോകേണ്ടത് നല്ലത്. വിളിച്ചിട്ട് പോകും. ഇതെൻ്റെ പമ്പ് നോസിൻ്റെ വർക്കാട്ടോ. ഇതിൽ അടിഞ്ഞു കൂടിയതൊക്കെ ഉണ്ടല്ലോ, അയറടിച്ച് ഒഴിവാക്കാട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പമ്പ് നോസിൻ്റെ വർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.